എവരിവൺ, all of you, welcome back to my channel. ഞാനിന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്ന് പറയാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് പേര് ഡിസ്റ്റൻസായി ഇപ്പോൾ ഡിഗ്രി ചെയ്യുന്നവരും PG ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഡിസ്റ്റൻസായി ഡിഗ്രി ചെയ്യുന്നവർക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ ഡോക്യുമെൻറ്റുകളാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ഒരുപാട് പേര് ഡിസ്റ്റൻസായിട്ട് ഡിഗ്രി ചെയ്യാൻ നിൽക്കുന്നവരുണ്ട്. അതിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. നിങ്ങൾക്ക് ഏതൊക്കെ ഡോക്യുമെൻറ്റുകളാണ് നിങ്ങൾ ഡിസ്റ്റൻസായി ഡിഗ്രി ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം, അതായത് കഴിഞ്ഞ ഇയറിൽ യൂണിവേഴ്സിറ്റിയിൽ സമർപ്പിച്ച ഡോക്യുമെൻറ്റുകളുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ്റെ അല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെയാണ്. ഓക്കെ. നിങ്ങൾ +2 ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ പഠിച്ചത് എങ്കിൽ അവിടുത്തെ ഒരു TC നിങ്ങൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ +2ൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണം. സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഒരു കോപ്പിയും നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് കരുതി വെക്കണം. ഓക്കെ. SSLC സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ SSLC സർട്ടിഫിക്കറ്റിൻ്റെ ഒരു സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഒരു കോപ്പിയും വേണം. അത് നിങ്ങളുടെ ഒരു ഏജ് പ്രൂഫ് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചോദിച്ചിട്ടുള്ളത്. അതും നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ. അതുമല്ലെങ്കിൽ ആധാറിൻ്റെ ഒരു കോപ്പി, അല്ലെങ്കിൽ പാൻ കാർഡ്, വോട്ടർ ID, സെൽഫ് അറ്റസ്റ്റ് ചെയ്തൊരു കോപ്പി, ഇതിലേതെങ്കിലും ഒന്നാണ് വേണ്ടത്. ദെൻ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടുള്ള ഒന്നാണ്. അതായത് SC ST OEC കാറ്റഗറിയിൽപ്പെട്ടവർക്ക് മാർക്ക് റിലാക്സേഷന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ SC ST OEC കാറ്റഗറിയിൽപ്പെട്ടവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫീ കൺസെഷന് വേണ്ടിയിട്ട് വേറൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ നൽകണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. കാരണം ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഫീസിന് എന്തെങ്കിലും തരത്തിലുള്ളൊരു ഇളവ് വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേക ഒരു ആപ്ലിക്കേഷൻ നൽകേണ്ടതായിട്ടുണ്ട്. ഏതാണെന്ന് നോക്കാം. SSLD സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ആധാർ, +2, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇതിൻ്റെ എല്ലാം ഒരു സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയാണ് വേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് NIOS വഴി നിങ്ങൾ ഓപ്പൺ ആയിട്ടാണോ നിങ്ങൾ +2 പഠിച്ചതെങ്കിൽ ഒരു ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് നിങ്ങൾ ഡിഗ്രി പഠിച്ചിരുന്നു, എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞില്ല, അത് നിങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു. എന്തെങ്കിലും സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾക്കത് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ ഡിഗ്രി ചെയ്തിരുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ ഒരു ക്യാൻസലേഷൻ മെമ്മോ അത്യാവശ്യമായിട്ടുള്ളതാണ്. ഓക്കെ. ആ ഒരു ക്യാൻസലേഷൻ മെമ്മോ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മേടിച്ച് നിങ്ങൾ ഇപ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ നിങ്ങൾ ഡിഗ്രി ചെയ്യുന്നതെങ്കിൽ ആ ക്യാൻസലേഷൻ മെമ്മോ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ട്, ഓൾറെഡി ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്, എങ്കിലും നിങ്ങൾക്കൊരു ഡിഗ്രിയും കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുമ്പ് പഠിച്ചിരുന്ന ഡിഗ്രിയുടെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് നിങ്ങൾ +2 പഠിച്ചിരുന്നത് ഇന്ത്യയിലല്ലെങ്കിൽ അതായത് നിങ്ങൾ പുറത്തെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ബോർഡിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ഈക്വലൻസി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് നിങ്ങളൊരു വിഷ്വൽ ചേഞ്ച്ഡ് കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലം മറ്റോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ലേ, അതിൻ്റെ ഒരു സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഒരു കോപ്പി കൂടി നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്രയും പ്രൂഫുകളാണ് നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസായി ഡിഗ്രി ചെയ്യാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. കഴിഞ്ഞ ഇയറിൽ ഈ ഡോക്യുമെൻറ്റുകളൊക്കെയാണ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഇങ്ങനെയുള്ളൊരു ഡോക്യുമെൻറ്റുകളൊക്കെ ആയിരിക്കും എന്നത്. പുതിയ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ചേഞ്ചുകൾ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. പുതിയ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.